യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസ് ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക? എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അത് വളരെ വലുതായിരുന്നു താനും. ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ രക്ഷകനും നാഥനും ദൈവവുമായ യേശു ക്രിസ്തു മരണത്തെപ്പോലും വിജയിച്ചുകൊണ്ട് 3-ാം ദിവസം ഉത്ഥാനം ചെയ്ത സമയം, ആരെങ്കിലും അവൻ്റെ ശരീരം എടുത്തുകൊണ്ടു പോകുമെന്ന് ഭയപ്പെട്ട യഹൂദന്മാർ ആർക്കും തള്ളിമാറ്റാൻ പറ്റാത്ത വിധമുള്ള ഒരു കല്ല് അവൻ്റെ ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ വച്ചിരുന്നു. ആ കല്ല് ആര് മാറ്റും എന്ന ചോദ്യമാണ് യേശുവിനെ തൈലാഭിഷേകം ചെയ്യുവാൻ ഒരുങ്ങിപ്പുറപ്പെട്ട സ്ത്രീകൾ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവർ പോലും അറിയാതെ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സമായ ആ കല്ല് നീക്കപ്പെട്ടിരിക്കുന്നതായി അവർ കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നിൽ എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും നീക്കാൻ പറ്റാത്ത കല്ലുപോലെ ഏത് തടസ്സമാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്, അത് ഉത്ഥിതനായ യേശു ക്രിസ്തു വഴി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോവുക തന്നെ ചെയ്യും. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളെ നീക്കുവാൻ കഴിവുള്ളവനായ ദൈവം ഇന്ന് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉത്ഥിതനായിരിക്കുന്ന ഈ ദിവസം നിങ്ങളുടെ ജീവിതവും സന്തോഷപ്രദമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളേറ്റവും കൂടുതൽ വേദനിക്കുന്ന നിങ്ങളുടെ മുന്നിലുള്ള ആർക്കും മാറ്റാൻ പറ്റാത്ത ആ തടസ്സം, ആ കല്ല്, ഇന്ന് കർത്താവ് ഉത്ഥിതനായ യേശു നിങ്ങൾക്ക് വേണ്ടി തള്ളിമാറ്റും. നിങ്ങളുടെ ജീവിതം ഇന്ന് അനുഗ്രഹപ്രദമായി മാറും. ലോകത്തിന് അസാധ്യമെന്ന് കരുതിയ കാര്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായി തീരും. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ആ യേശു ക്രിസ്തു പാതാളത്തിൽ 3 ദിവസം കഴിഞ്ഞ് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുവാൻ ഉത്ഥിതനായ ആ യേശു ക്രിസ്തു ഈ നിമിഷം ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളുടെ സമീപത്തേക്കും കടന്നു വന്ന് അവരുടെ മുന്നിലുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നതിന് ദൈവത്തിന് നന്ദി പറയാം.
യുദ്ധഭീതിയിലായിരിക്കുന്ന ഈ ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ഇന്ന് കർത്താവ് നീക്കം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ അവസാനിക്കുവാൻ വേണ്ടി ദൈവം ഇടപെടുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ആര് ഈ തടസ്സങ്ങൾ മാറ്റും, ആര് ഈ യുദ്ധം അവസാനിപ്പിക്കും, ആരിതിന് മീഡിയേഷൻ ചെയ്യും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഉത്ഥിതനായ കർത്താവ് ഈ ദിവസങ്ങളിൽ ആ തടസ്സങ്ങൾ, ആ ബുദ്ധിമുട്ടുകൾ എടുത്തു മാറ്റുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. സന്തോഷത്തിൻ്റേതായിട്ടുള്ള ദിവസങ്ങൾ, യുദ്ധക്കെടുതിയിലായിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരുന്ന ദിവസങ്ങൾ എത്രയും വേഗം ഉണ്ടാകുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്ഥിതനായ കർത്താവിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ, നമ്മുടെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുവിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.